ഹായ്, എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? അങ്ങനെയൊക്കെ തന്നെ അങ്ങ് ഇരുന്നൂന്നേ. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിനൊരു പ്രയാസമൊക്കെ എപ്പോഴും കൂടെ കൊണ്ടാടുന്നുണ്ടല്ലോ. നമ്മൾ പിന്നെ ഒരു നിത്യ രോഗിയായിത്തീരും. അങ്ങേ പല കൂടെ പോകുന്നത് വട വിട്ട് ഇങ്ങോട്ട് പിടിച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല. വരുമ്പം വരുന്നതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. ഞാനും അങ്ങനെ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ലൈവിൽ വന്നപ്പം ചോദിച്ചൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി, ഞങ്ങൾ 3 പേര് കഷ്ടപ്പെടുന്ന വീടാണ്. അതായത് അച്ഛൻ, അമ്മ, മൂത്ത മകനെ. ഇളയ കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം അച്ഛന് ഗവൺമെന്റ് ജോലിയുണ്ട്, അമ്മ പ്രൈവറ്റായിട്ടാണ് പോകുന്നത്, മോനും പ്രൈവറ്റായിട്ട് തന്നെയാണ് പോണത്. എന്നാലും 3 പേരുടെ വരുമാനം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു കാശ് കയ്യിലുണ്ടല്ലോ. എന്നാ കാണിച്ചാലും നമ്മൾ ഈ സാലറിയും കൊണ്ട് വീട്ടിലോട്ട് വരുമ്പോൾ 10ന്റെ പൈസ ഒരു 10 ദിവസം കഴിഞ്ഞെടുക്കാനായിട്ട് കയ്യിലില്ല. ഇതെതിലേ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. കാശ് പോകുന്ന വഴിയില്ല. മാസാവസാനമൊക്കെ ആകുമ്പോഴത്തേനും കൂടെ ജോലി ചെയ്യുന്നവരോട് കടം വരെ മേടിച്ചിട്ടാ കാര്യങ്ങൾ ഓടിക്കുന്നത്. പിന്നെ അത് തന്നെയല്ല ചേച്ചി, എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖവും കാര്യങ്ങളും വരും. പിന്നെ ആരെങ്കിലും വായ്പ ചോദിക്കുന്നവരാകും. പിന്നെ നമുക്ക് ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടില്ലെന്നല്ല ചേച്ചി, പിന്നെ ചിട്ടിക്കൊക്കെ അടഞ്ഞു പോകണം. ഇങ്ങനെയൊക്കെ വന്നാലും എന്താണെന്നറിയത്തില്ല. വീട്ടിലങ്ങോട്ട് സത്യം പറയാമല്ലോ ചേച്ചി, ദാരിദ്ര്യം അങ്ങ് മാറുന്നില്ല. എപ്പോഴും ഒരു ദാരിദ്ര്യം അങ്ങോട്ടാകുന്നത് പോലെ. കാശ് നമ്മുടെ കയ്യിലിരുന്നാലും എങ്ങും ഒന്നും ആകാത്തത് പോലെ. നിസാരം കാര്യം പറയാം, അടുക്കളയിൽ പോലും വേണ്ട സാധനം ഇല്ല എന്ന് തന്നെ പറയാം. എന്താ ചേച്ചി അത് അങ്ങനെ? എന്തെങ്കിലും ദോഷത്തിൻ്റെ ആണോ, അതോ നമ്മൾ മുജമ്മത്തെന്തെങ്കിലും ചെയ്ത പാപത്തിൻ്റെ ആണോ? ഇതൊന്നും അറിയത്തില്ല. ഒരാൾ പണിയുന്ന വീട്ടിൽ പോലും ഞങ്ങളെ കഴിഞ്ഞും നല്ല രീതിയിൽ സുഭക്ഷമായിട്ട് അവർ കഴിഞ്ഞുകൂടുന്ന അവരുടെ എല്ലാ കാര്യവും നടക്കുന്നുമുണ്ട്. പക്ഷെ ഇത് ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് ആകെ ഭയങ്കര പ്രശ്നവും ബുദ്ധിമുട്ടും മനപ്രയാസവും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുവാന്ന് പറഞ്ഞെന്നോട്. അതിനെന്താ ചേച്ചി ഒരു മാർഗം പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞ ഒരു മാർഗം പറയാണ്. ആദ്യം പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ 3 പേരുടെ സാലറി എത്രയുണ്ടെന്ന് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടുക. അപ്പോൾ ഒരു വീട്ടിലാകുമ്പോൾ ഇന്നവർക്ക് ഇന്നതുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തേച്ചും കേട്ട് ഓരോരുത്തർക്കും കിട്ടിയ കാശ് നമ്മൾ എന്ന് വെച്ചാൽ ആ മാസത്തെ സാലറി എഴുതി വെച്ചാൽ അന്നത്തെ വരവ് ചെലവ് കണക്ക് ബുക്കിൽ എഴുതുക. ഞാൻ ഈ വീട്ടിൽ വന്ന കാലം തൊട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പം രാവിലെ പാല് മേടിക്കുവാണെങ്കിൽ 120 രൂപ പാല് മേടിച്ചു. മണിക്കൂട്ടനൊരു ബുക്ക് മേടിച്ചു 55 രൂപ. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വീട്ടു സാധനം മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്നിട്ട് അന്ന് തന്നെ വൈകിട്ട് ലാസ്റ്റ് ഇന്ന് എത്ര രൂപ ചിലവായി നമ്മൾ കണക്ക് കൂട്ടണം. അപ്പം നമുക്ക് നമ്മുടെ കാശ് എവിടെയാണ് അധികം ചിലവായത്, എങ്ങനെയാണ് നമുക്ക് കാശിൻ്റെ പോക്ക് വരവ് ഒക്കെ നമുക്കറിയാം. നിങ്ങൾ 3 പേരും അതുപോലെ തന്നെ ഒരൊറ്റ ബുക്കിൽ എഴുതിയാൽ മതി. വേറെ വേറെ ബുക്കിൽ എഴുതണ്ട. ഇപ്പം ചിട്ടിക്ക് അടച്ചാലും കുടുംബശ്രീയിൽ കൊടുത്താലും വീട്ടു സാധനം മേടിച്ചാലും പുറത്തുനിന്നൊരു ഭക്ഷണം മേടിച്ചാലും കഴിച്ചു കഴിയുമ്പോൾ ആ കാശ് എങ്ങോട്ട് പോയി, എന്ത് ചെയ്തു, അതെങ്ങനെയാണ് നമുക്ക് ചിലവാക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചിട്ട് നിങ്ങൾ മാസം അവസാനം അനാവശ്യമായിട്ട് എവിടെയാണ് നമ്മൾ കാശ് ചിലവായി നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയെന്ന് നിങ്ങൾ നോക്കണം. അപ്പം പിറ്റേ മാസം നിങ്ങൾ അത് കണ്ടറിഞ്ഞ് വേണം ചിലവാക്കാനായിട്ട്. ദൈവത്തിനാണ് സത്യം ഞാൻ പറയാം, എൻ്റെ അമ്മയാണ് സത്യം ഞാൻ പറയാം. ഞങ്ങളിങ്ങനെ കണക്ക് വെച്ചിട്ടുണ്ട്, കണക്ക് ബുക്കുമുണ്ട്. അവസാനം ചിലപ്പം കൂട്ടി നോക്കുമ്പോൾ നമുക്ക് തല കറങ്ങും. കാരണം ചിലപ്പം നമ്മുടെ വരുമാനത്തിനെ കഴിഞ്ഞും കൂടുതലായിരിക്കും നമുക്ക് നഷ്ടമാകുന്ന കാശ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവായി പോകുന്ന കാശ്. അപ്പം നമ്മൾ അതൊന്ന് കൺട്രോളിലൊന്ന് പിടിക്കുക. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയാം, ചിലർ പറയല്ലേ നമ്മുടെ കൈ ഇത് ഇങ്ങനെ എത്ര അടുപ്പിച്ച് പിടിച്ചാലും പറയും എൻ്റെ കൈക്ക് ഹോളുണ്ട്, ഇത് ചോർച്ച കൈയാണ്, നമ്മുടെ കയ്യിൽ കാശ് തങ്ങത്തില്ല, കാശ് നിൽക്കത്തില്ല എന്ന് നമ്മൾ പറയും. അപ്പം അതിനൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ ഭാര്യയുടെ ആയാലും ഭർത്താവിൻ്റെ ആയാലും മകൻ്റെ ആയാലും ആരുടെ ആയാലും നിങ്ങളുടെ വീട്ടിൽ മകം, പിന്നെ ചോതി, പിന്നെ പൂരം, ഏതൊക്കെയാണ് ഞാൻ നാൾ പറഞ്ഞ മകം, പൂരം, ചോതി, ഈ 3 നക്ഷത്രക്കാരും നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു നാളുണ്ടെങ്കിൽ, ഈ 3 നാൾ, അതായത് മകം, ചോതി, പൂരം, ഈ 3 നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ
ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, ഹിന്ദുക്കളായിക്കോട്ടെ. എന്ന് വെച്ചാൽ ഹിന്ദു സമുദായം ഭൂരിപക്ഷം നമ്മൾ മലയാള മാസം ഒന്നാണ് കണക്കാക്കുന്നത്. ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുമൊക്കെ ഓരോരോ മാസങ്ങൾ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ സർക്കാർ കണക്കിൽ എന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷ് മാസമാണ് നോക്കുന്നത്. അപ്പം മറ്റവർ മുസ്ലിങ്ങൾ പറയില്ല റംസാൻ മാസം, അവർക്ക് എന്തോ ഒരിതുണ്ട്. അത് ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ അതെല്ലാം അങ്ങ് വിട്ടേരെ. എന്നിട്ട് മലയാള മാസം മാത്രം മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. എന്നിട്ട് അതായത് ഏകദേശം മലയാള മാസം 1-ാം തീയതി വരുന്നത് ഇംഗ്ലീഷ് മാസത്തിന്റെ ഒരു പകുതിയോട് കൂടിയാണ്. അതായത് ഒന്നെങ്കിൽ 14-ന് 1-ാം തീയതി വരും മലയാളം, അല്ലെ 15-ന് 1-ാം തീയതി വരും. 32 ഉണ്ടെങ്കിൽ മലയാളം 32, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് 16-ലോട്ടും 17-ലോട്ടും പോകുന്നത്. എങ്ങനെയാണെങ്കിലും ഇംഗ്ലീഷ് മാസത്തിന്റെ ഒരു പകുതി കണ്ട് മലയാള മാസം 1-ാം തീയതിയുടെ തുടക്കം വരുന്നത്. അപ്പൊ ആ മലയാളം മാസം 1-ാം തീയതി എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നിങ്ങളുടെ വീട്ടിലിപ്പം ഞാൻ ഈ 3 നാൾ പറഞ്ഞില്ലേ, പൂരം, മകം, ചോതി, ഈ 3 നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ തലേ ദിവസമേ ഒത്തിരി ഒന്നും വേണ്ടെന്നേ, 1 രൂപയുടെ ഒരു കോയിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെ കാശിന്റെ അനുസരിച്ച് ഒരു 10 രൂപയോ എന്തെങ്കിലും ഒരു കോയിനോ ഒരു 10 രൂപ നോട്ടോ ഏതെങ്കിലും ആയിക്കോട്ടെ അവരുടെ കൊടുത്തിട്ട് രാവിലെ നമ്മളൊരു പാല് പോലും മേടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി പറക്കി റെഡിയായിട്ട് വരുമ്പോഴത്തേനും ഈ നക്ഷത്രക്കാരുടെ കൊടുത്തേക്കുന്ന ഈ കാശ് നിങ്ങൾക്ക് ആർക്ക് വേണേലും, നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടെങ്കിലും അത്രയും പേർക്ക് വേണേലും ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് ഈ ഒരു കൈനീട്ടം മേടിക്കുക. കൈനീട്ടം മേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? നല്ലൊരു വെള്ള പേപ്പറിൽ ഈ തുട്ടാണേലും നോട്ടാണേലും പൊതിഞ്ഞ് ഭദ്രമായിട്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ വെക്കാം. ഈ കാശ് ഒരാവശ്യത്തിന് വന്നിട്ടെടുക്കരുത്. അതല്ല എങ്കിൽ നിങ്ങൾ കാശും സ്വർണവും ഒക്കെ സൂക്ഷിക്കുന്ന നിങ്ങളുടെ അലമാരിയിൽ ഭദ്രമായിട്ട് വെച്ചേക്കുക. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. ഇത് വിശ്വാസം ഉള്ളവർ ചെയ്തിട്ട് ഇതിന് കാര്യമുള്ളൂ കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളുടെ അലമാരിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സിൽ നിന്നും ഒന്നും നിങ്ങൾക്ക് കാശ് അനാവശ്യമായിട്ടൊരു ചിലവും വരില്ല, ഒരു കാശിന് ഒരു നഷ്ടവും വരത്തില്ല. എപ്പോഴും ഭദ്രമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കുറച്ച് കാശ് എപ്പോഴും കണ്ടിരിക്കും. ഈ നാളുകാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിച്ചിട്ട് ഇനിയിപ്പം നമ്മുടെ വീട്ടിൽ ഈ നാളുകാരില്ലെന്ന് കൂട്ടിക്കോ, നിങ്ങൾ ആരോടും പറയുമൊന്നും വേണ്ടാന്നേ. നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഓരോരുത്തരുടെ നാളൊക്കെ എന്നതാണെന്നൊക്കെ. അല്ലെ അറിയാവുന്ന ഒരു നാളുകാരുടെ കയ്യിൽ ഈ പൈസ കൊടുത്തിട്ട് 1-ാം തീയതി നിങ്ങൾ അങ്ങ് ചെല്ലുമ്പോൾ അങ്ങോട്ട് കയറുവോ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത സൗഹൃദമോ അല്ലെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കുടുംബക്കാരൊക്കെ ആണെങ്കിൽ പറയും, മോനെ നാളെ ഒന്ന് വീട്ടിലെന്ന് പറഞ്ഞേ, നാളെ 1-ാം തീയതിയാണെന്ന് ഒരു മാറ്റം വരുമോ എന്ന് അറിയാനായിട്ട്. അപ്പം വരുമ്പോൾ ഇതാണ്ട് ഈ 1 രൂപ തൊട്ടും കൂടി ഒന്ന് കൊണ്ടുവരണേ, അല്ലെ ഈ 10 രൂപ കൂടെ ഒന്ന് കൊണ്ടുവന്നിട്ട് മോനും തന്നിട്ട് വേണം കേട്ടോ പോകാനെന്ന് പറയണം. അവർക്ക് മറ്റൊരു പ്രശ്നവും ഒരു ദോഷവും ഉണ്ടാകത്തില്ല. അവരൊന്ന് വന്നെന്നോ 1-ാം തീയതി കയറിയെന്നോർത്തോ നമുക്കൊരു കൈനീട്ടം തന്നെന്നോ ഓർത്തോ ഒന്നും അവർക്ക് ഒരു ദോഷമുണ്ട്. മനസ്സിൽ നന്മയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസമോ അല്ലെങ്കിൽ കുശുമ്പും കുന്നായ്മയോ ഉണ്ടെങ്കിൽ നമുക്കറിയില്ല. അപ്പം മനസ്സിലൊരു നന്മയുണ്ട്, അവർ രക്ഷപ്പെടട്ടെ എന്ന് ഓർത്താൻ അവർക്ക് അത്രമേ അത്യാവശ്യം കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ആവശ്യം എൻ്റെ അടുക്ക വന്ന് പറഞ്ഞതെന്ന് നല്ലൊരു മനസ്സുള്ളവരാണ് ചിന്തിച്ചിട്ട് നമ്മുടെ വീട്ടിൽ മറ്റാരും വന്ന് കയറുന്നതിന് മുമ്പ് വേണം കേട്ടോ ചെയ്യാൻ. പുറത്തുനിന്നൊരു 1-ാം തീയതി ആണെങ്കിൽ കയറുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മറ്റാരും പുറത്തുനിന്ന് വരുന്നതിന് മുമ്പ് വെളുപ്പിനെ വന്ന് വീട്ടിൽ വന്ന് 1-ാം തീയതി കയറുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം അവരുടെ ആ തൊട്ട് മേടിച്ച് ഞാൻ ഈ പറഞ്ഞത് പോണക്ക് പൊതിഞ്ഞ് ഭദ്രമായിട്ട് അലമാരിയിലോ നിങ്ങൾ എപ്പോഴും കൊണ്ടു നടക്കുന്ന പേഴ്സിലോ വയ്ക്കാം. നിങ്ങളുടെ പേഴ്സിൽ നിന്നോ അലമാരിയിൽ നിന്നോ ഉറപ്പാണ് കാശ് ആറ്റിയിടത്തില്ല. ഇനി വേണമെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വേണേലും മേടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ ഒന്ന് നിങ്ങൾ ചെയ്യുക. അതുപോലെ പിന്നെയും ഞാൻ പറയാം, നിങ്ങളുടെ വരവ് ചെലവ് കണക്കൊരു ബുക്കിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണ് അധിക ചെലവ് വന്നതെന്നും കൂടെ ഇത് ക്ലിയർ ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ടാറ്റാ ബൈ ബൈ. ഓക്കേ.